ഏവർക്കും പച്ചപ്പിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയൊരു ഡേറ്റ, അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതായത് റോ ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്കതെങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രസന്റബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് മൈക്രോസോഫ്റ്റിൽ ചെറിയൊരു എക്സൽ ടെക്നിക്ക്, അല്ലെങ്കിൽ നമ്മൾ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലയോ ഫംഗ്ഷനോ ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതെങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സ്ഥാപനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ മന്ത്ലി ഉള്ള അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓരോ മാസത്തെയും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ മാസത്തെയും പർച്ചേസ് എത്ര, സെയിൽസ് എത്ര, സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, അതർ എക്സ്പെൻസ്, അതേപോലെ തന്നെ മന്ത്ലി ഉള്ള പ്രോഫിറ്റും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇയർലി റിപ്പോർട്ട്, അതായത് ഓരോ മാസത്തെയും ടോട്ടൽ പർച്ചേസ് എത്ര, ടോട്ടൽ സെയിൽസ് എത്ര, അതേപോലെ തന്നെ ഇയർലി എത്ര ടോട്ടൽ പർച്ചേസ്, ഇയർലി എത്ര ടോട്ടൽ സെയിൽസ്, ഇയർലി പ്രോഫിറ്റ് എത്ര, ഇങ്ങനെയുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ട് പ്രസന്റബിൾ ആയിട്ടുള്ള നമുക്കൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്കിത് മാറ്റണം. നമുക്ക് ഈ ജസ്റ്റ് ഒരു സിമ്പിൾ ഡേറ്റയിൽ നിന്ന് നമുക്ക് ടോട്ടൽ പർച്ചേസ് അല്ല ടോട്ടൽ സെയിൽസ് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഐറ്റവും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നിന്റെയും ടോട്ടൽ എത്ര എന്നുള്ളത് നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ മാസവും ഓരോ എക്സ്പെൻസിന്റെ ടോട്ടലും, അതേപോലെ തന്നെ ഇയർലി ടോട്ടലും, ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസും ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാതെ നല്ലൊരു പ്രസന്റബിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മന്ത് എടുക്കുക. നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതേപോലെ ഡിസംബർ വരെയുള്ള മന്ത് നമ്മൾ ആദ്യം, ഞാൻ ഈ ഷീറ്റിൽ തന്നെയാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ മന്ത് മെൻഷൻ ചെയ്യുകയാണ്. ജാൻ, സ്ക്രോൾ ചെയ്യുക till ഡിസംബർ, then ഞാനിവിടെ മന്ത് എന്ന് മെൻഷൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ഈ കോളത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു റോയിലേക്ക് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുന്നു. അതായത് ജസ്റ്റ് കോപ്പി, ദെൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ പല ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാം, വാല്യൂ പേസ്റ്റ് ചെയ്യാം, ഫോർമുല പേസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്പോസ് എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ കോപ്പി ചെയ്ത വാല്യൂ അത് വെർട്ടിക്കൽ ഫോമിൽ അല്ലെങ്കിൽ കോളംനാർ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്കതിനെ ട്രാൻസ്പോസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലേക്ക് അല്ല ഹൊറിസോണ്ടൽ കോളം വൈസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ഹെഡിങ് ആണ് വേണ്ടത്. ഈ ഹെഡിങ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അതിന് ഞാൻ ഈ സെല്ല് മെർജ് ചെയ്യുന്നു. ഡയറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മന്തിലെ എല്ലാ വാല്യൂസും ഞാൻ ഇവിടെ ഡയറക്റ്റ് ഈക്വൽ ടു ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈക്വൽ ടു പർച്ചേസിന്റെ കോളം സെലക്ട് ചെയ്യുക, എന്റർ. അതേപോലെ എല്ലാ വാല്യൂവും ഞാൻ ഇതേപോലെ സെയിൽസ്, സാലറി, അതേപോലെ റെന്റ്, ഇലക്ട്രിസിറ്റി, അതർ എക്സ്പെൻസ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ വാല്യൂസ് ഞാൻ ജസ്റ്റ് സിംപിളി ഈക്വൽ ടു ഇട്ടിട്ട് ആ സെല്ല് സെലക്ട് ചെയ്ത് അവിടെ ആ വാല്യൂ പേസ്റ്റ് ആക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സെല്ല് മുഴുവൻ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഓരോ സെല്ലും നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം ഈക്വൽ ടു C5, ഇവിടെ ഈക്വൽ ടു C6. ഇങ്ങനെ ഓരോ സെല്ലിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ അല്ല വരുന്നത്, ആ സെല്ലിന്റെ റെഫറൻസ് ആണ് വരുന്നത്. അതായത് F5 എന്നുള്ള ഈ സെല്ലില് C5 എന്നുള്ള സെല്ലിലെ വാല്യൂ ആണ് വരുന്നത്. നമ്മൾ C5 ഏത് വാല്യൂ ഇട്ടാലും ആ സെയിം വാല്യൂ ആണ് F5 വരുന്നത്. അതായത് ഇതിലുള്ള ഓരോ സെല്ലിലും നമുക്ക് കാണാം ഈക്വൽ ടു C5 അല്ലെങ്കിൽ ഈക്വൽ ടു C6 അല്ലെങ്കിൽ ഈക്വൽ ടു C7. ഇങ്ങനെയാണ് ഇപ്പൊ ഈ സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്.
നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാനിപ്പോൾ Ctrl+F പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, Ctrl+F പ്രസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഒരു കമാൻഡ് ബോക്സ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അതേപോലെ തന്നെ റീപ്ലേസ് എന്നുള്ള ബട്ടൺ കണ്ടു. ഈ റീപ്ലേസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ അസൈൻ ചെയ്യാം. അതായത് നമ്മുടെ ഈക്വൽ ടു C5 എന്ന് വാല്യൂ ഉള്ള ഓരോ സെല്ലിലും C5 അതേപോലെ തന്നെ നിർത്തി ഈക്വൽ ടു എന്നുള്ള വാല്യൂവിന് പകരം നമ്മൾ അവിടെ വേറൊരു വാല്യൂ അസൈൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ അസൈൻ ചെയ്യാൻ പോകുന്നത് AB എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെല്ലിലെ ഓരോ ഈക്വൽ ടു എന്നുള്ള വാല്യൂ റിമൂവ് ചെയ്തിട്ട് അവിടെ AB എന്നുള്ളത് വാല്യൂ വരും. അതായത് ഈക്വൽ ടു C5 എന്നുള്ള വാല്യൂ നമ്മൾ ഉള്ള സെല്ലിൽ ഇനി വരാൻ പോകുന്നത് ഈക്വൽ ടു റിമൂവ് ചെയ്തിട്ട് AB C5 എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ AB എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ റീപ്ലേസ് ഓൾ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത C5ലെ വാല്യൂവിൽ ഈക്വൽ ടു മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത് അസൈൻ ചെയ്ത് ഈക്വൽ ടുവിന് പകരം അസൈൻ ചെയ്ത AB വന്നു. ഇപ്പൊ അതൊരു വാല്യൂ ഇത് ABC5 ABC6 എന്നുള്ള ഒരു വാല്യൂ ആയി. അതായത് നമ്മുടെ ഷീറ്റില് നമ്മൾ 1 ജാനുവരിയിലെ എല്ലാ വാല്യൂസും നമ്മൾ ഇങ്ങനെ അസൈൻ ചെയ്തു. ഇനി നമുക്ക് എല്ലാ വാല്യൂസും ഇങ്ങനെ അസൈൻ ചെയ്യേണ്ട. അതായത് ഏതെങ്കിലും 2 വാല്യൂസ് മാത്രം നമുക്കിനി അസൈൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കത് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമുക്ക് എല്ലാ സെല്ലിലേക്കും അത് ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ഫെബ്രുവരി മന്തിലെ പർച്ചേസിന്റെ വാല്യൂ കൂടെ ഞാൻ ഇവിടെ അസൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈക്വൽ ടു ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരിയിലെ പർച്ചേസിന്റെ C13 എന്നുള്ള സെല്ല് ഞാനിവിടെ സെലക്ട് ചെയ്തു ഈക്വൽ ടു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഫെബ്രുവരിയിലെ സെയിൽസിന്റെ സെല്ലിന്റെ റെഫറൻസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അതായത് C14ലെ വാല്യൂ ഇവിടെ G6 വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുമ്പേ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ 2 സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+F പ്രസ് ചെയ്യുക. ഇവിടെയും നമ്മൾ ഈക്വൽ ടു റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ AB എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈക്വൽ ടു, അതിനുശേഷം റീപ്ലേസ് ചെയ്യേണ്ടത് വിത്ത് ഈക്വൽ ടുവിന് പകരം നമുക്ക് അവിടെ AB വരണം. അപ്പോൾ നമ്മൾ AB എന്നുള്ള വേർഡ് അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. നമ്മൾ റീപ്ലേസ് ഓൾ എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് സെല്ലിലെ ABC5, സെക്കൻഡ് സെല്ലിൽ ABC6, തേർഡ് സെല്ലിൽ ABC7 ഇങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് നോക്കിയാൽ ഇവിടെ 2 സെല്ലിലും ABC5 ABC13, അതായത് ഈ 2 സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് C5 C13 എന്നുള്ള 2 സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇന്റർവെൽ എന്ന് പറയുന്നത് 8 ആണ്. അതായത് നമുക്ക് ഇവിടെ കാണാം പർച്ചേസിന്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് C5 എന്നുള്ള സെല്ലിലാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ പർച്ചേസിന്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് C13ലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 2 വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ തന്നെ അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത് C21 ആണ്. അതായത് C13ഉം C21ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഓരോ വാല്യൂസും ആ 8 ഇന്റർവെൽ വെച്ചിട്ട് നമുക്ക് താഴെ ഡിസംബർ വരെ സ്ക്രോൾ ചെയ്ത് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് സെയിൽസ് നോക്കാം. സെയിൽസ് ആണെങ്കിൽ തന്നെ സെയിൽസിലെ AB C6, അതായത് C6 കഴിഞ്ഞിട്ട് ജനുവരിയിലെ C6 കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലെ സെയിൽസ് വാല്യൂ വരുന്നത് C14 സെല്ലിലാണ്. അതായത് ഇവിടെ C6 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ വരുന്നത് C14ലാണ്. അതായത് ഈ സെയിം ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് C6 to C14 എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് ഇത് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഓരോ മാസത്തെയും സെയിൽസ് ഇതേപോലെ തന്നെ നമുക്ക് ആഡ് ആക്കാവുന്നതാണ്. അതായത് നമുക്ക് കാണാം C6, C14, C22, C13 ഇങ്ങനെ ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനി ഹൊറിസോണ്ടൽ സൈഡിലേക്ക് നമുക്ക് നോക്കാം. അതായത് റോ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് AB7 എന്ന് പറയുന്നതാണ് സാലറി ആൻഡ് വേജസ്. അപ്പൊ നമുക്കറിയാം C13 ഓരോ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മളിത് മൂവ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിനി ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് നമുക്ക് 1 by 1 ചെയ്യാം. അതായത് 2 വാല്യൂ സെലക്ട് ചെയ്യുക, അതിനുശേഷം ലാസ്റ്റ് വാല്യൂ വരെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് വെച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇപ്പോൾ എല്ലാ സെല്ലിലെയും വാല്യൂ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ വാല്യൂസ് മുഴുവൻ ആദ്യം സെലക്ട് ചെയ്യുക.
ഇനി നമ്മൾ ഇതിൽ നിന്നും ഇതേപോലെ തന്നെ കൺട്രോൾ F പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തത് AB വെച്ചായിരുന്നു. നമ്മൾ ഇനി നേരെ റിവേഴ്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് AB ആണ്. AB ഉള്ള സെല്ലിലെ വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈക്വൽ ടു ആക്കണം. ഓക്കെ, ഇനി ഞാൻ റീപ്ലേസ് ഓൾ എന്നുള്ളത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് ജാനുവരി ടു ഡിസംബർ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ സെല്ലിലെയും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ ഫുള്ള് ഡിസ്പ്ലേ ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റീപ്ലേസ് ഓൾ എന്നുള്ളത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഞാൻ റീപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ സെല്ലിലെ വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സെൽ വാല്യൂ തന്നെയായി. അതായത് നേരത്തെ നമ്മൾ ഈക്വൽ ടു റിമൂവ് ചെയ്തിട്ടാണ് അവിടെ AB ഇട്ടത്. ഇപ്പോൾ നമ്മൾ AB റിമൂവ് ചെയ്ത് ഈക്വൽ ടു ഇട്ടപ്പോൾ നമുക്ക് ആ സെല്ലിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഫെബ്രുവരി മാസത്തിലെ സാലറി, അത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ ഫെബ്രുവരി മാസത്തിലെ സാലറി ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് കറക്റ്റ് ആയിട്ട് ഫെബ്രുവരി മാസത്തെ സാലറിയിലെ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഏപ്രിൽ മാസത്തിലെ ഇലക്ട്രിസിറ്റി ചാർജ് 17165 എന്നുള്ള വാല്യൂ ആണ്. അതായത് 17165 എന്നുള്ള വാല്യൂ നമ്മുടെ ഈ മന്ത്ലി ഷീറ്റിലെ വാല്യൂ നമ്മൾ കറക്റ്റ് ആയിട്ടാണോ ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം C33 എന്നുള്ള സെല്ലിലെ വാല്യൂ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഏപ്രിൽ മാസത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് C33 എന്നുള്ള സെല്ലിൽ 17165 ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് C33 എന്നുള്ള സെല്ല്, ഈ വാല്യൂ ആണ് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് മന്ത്ലി ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ കാണാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സം ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്ത് ഓരോന്നിന്റെയും സം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെയും ഇയർലി ഉള്ള ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പർച്ചേസിന്റെ ടോട്ടൽ ഫുൾ ഇയർലി ടോട്ടൽ എന്ന് പറയുന്ന ഫിഗർ ആണ് ഈ കാണുന്നത്. അതേപോലെ ഓരോ ഐറ്റത്തിന്റെയും ടോട്ടൽ ഫിഗറും അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സെല്ലൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അതായത് ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു. നമുക്ക് ഇതിനകത്ത് ഒരു ബോർഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഹെഡിങ്ങുകൾ ഒന്ന് ബോൾഡ് ആക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ABC എന്റർപ്രൈസസ് ഫോർ ദ ഇയർ എൻഡഡ് ഡിസംബർ 2020 നമുക്കിതൊരു പ്രസന്റബിൾ അല്ലെങ്കിൽ നമുക്കൊരു റീഡബിൾ ഫോർമാറ്റിലേക്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പം ഇത് കാണുന്ന ഒരു യൂസറിന് നമുക്കിത് അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഓരോ മന്ത്ലിയും പർട്ടിക്കുലർ എക്സ്പെൻസ് അതെത്ര, അതേപോലെ തന്നെ ആ ഓരോ എക്സ്പെൻസിന്റെയും ഇയർലി ടോട്ടൽ എത്ര, അതേപോലെ തന്നെ മന്ത്ലി പ്രോഫിറ്റ് എത്ര, ഇയർലി പ്രോഫിറ്റ് എത്ര, ഓരോ എക്സ്പെൻസിന്റെയും മന്ത്ലി ഇയർലി ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കിത് പ്രസന്റബിൾ ആയിട്ട് നമുക്കിപ്പോൾ ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുവാൻ നിങ്ങൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ നമ്മൾ കാണുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.